ഹായ് വെൽക്കം ടു ദ സ്റ്റോറി പാണ്ട 12 ലെറ്റേഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. നിനക്കൊന്നും അറിയില്ല, നിനക്കൊന്നും മനസ്സിലാകത്തുമില്ല എന്ന് അവൾ പറഞ്ഞിട്ട് പോകുന്നിടത്താണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കറിയാം എങ്ങനത്തെ പേഴ്സണാണ് ഇബോ എന്ന്, എനിക്കറിയാം നിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന്. അവൾ അവിടെ നിന്ന് വന്നൊരു പുഴയുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവനും അങ്ങോട്ടേക്ക് വരും. അവൻ എന്നിട്ട് പറയും, വാ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ആക്കാം. അവൾ അനങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ അവനും അവിടെ ഇരിക്കുകയാണ്. എനിക്കിതിൽ ഇടപെടണമെന്ന് യാതൊരു ഉദ്ദേശമില്ലായിരുന്നു, പക്ഷെ എന്തൊരു കഷ്ടമാണിത്. സ്കൂളിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. നീ എന്നെക്കാളും ഡിഫറെൻ്റാണ്. നിനക്ക് നല്ലതുപോലെ പഠിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് ഇവിടെ നിന്ന് പോവാം, ഈ സ്ഥലം വിടാം. എനിക്കറിയില്ല നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇബോ നിന്നെ എന്തെങ്കിലും ചെയ്തോ? അവൾ ആ സമയത്ത് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ അവനോട് പറയും, അയാൾ നമ്മുടെ ക്ലാസ് ഫണ്ട് എടുത്തുകൊണ്ട് പോയി. ഈ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി നിൻ്റെ ജീവിതം തന്നെ കളയാനായിട്ട് തീരുമാനിച്ചത്? അത് അത്രയ്ക്കും വേർത്താണോ? അവൾ പറയും, ക്ലാസ് ഫണ്ട് എൻ്റെ പൈസയല്ല, എനിക്കത് തിരിച്ചടയ്ക്കാനും കഴിയില്ല. ഞാനിതെങ്ങനെ മിസ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്യും? ക്ലാസ്മേറ്റ്സിൻ്റെ ഫേസ് ഞാൻ എങ്ങനെ നോക്കും? അപ്പോൾ അവൻ പറയും, ഞാൻ നിനക്ക് ആ പൈസ കൊണ്ടുതരാം. നീ വേണമെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു ഞാനാണ് ആ പൈസ എടുത്തതെന്ന്. ഞാൻ മിസ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്തോളാം. നമുക്കിപ്പോൾ പോവാം, നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. അപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അവൾ അവനെ വീട്ടിൽ കൊണ്ടാക്കും. എന്നിട്ട് ഗേറ്റ് അടയ്ക്കാനായിട്ട് നോക്കുമ്പോൾ ഗേറ്റിനകത്ത് കുറച്ച് സിഗരറ്റ്സ് വലിച്ചിട്ടിട്ടേക്കുന്നത് കാണുന്നുണ്ട് അവൻ. അപ്പോൾ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ പുകവലിക്കോ? അവൾ പറയും, ഇല്ല, എന്തേ? അതിനർത്ഥം ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്നാ. ഇത് നോക്ക്, അവിടെ കുറച്ച് സിഗരറ്റ്സ് ഇരിക്കുന്നുണ്ടോ? ഇവിടെ സേഫ് അല്ല, നീ എൻ്റെ അടുത്തേക്ക് വാ എന്ന് അവളുടെ കൈ പിടിച്ച് പറയുമ്പോൾ അവൾ കൈത്തട്ടി മാറ്റിയിട്ട് പറയും, എനിക്കാരെയും പേടിയില്ല. അപ്പോൾ അവൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പറയാണ്, നിനക്ക് അവരെക്കുറിച്ച് അറിയില്ല, അത് ബാവോസിൻ്റെ മെന്നാണ്. അവരുടെ ആൾക്കാർ നിന്നെങ്ങാനും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നീ മരിക്കുന്നതായിരിക്കും ഏറ്റവും ഭേദം. അവൻ അവളെയും പിടിച്ചും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ വഴിയിൽ ബാവോയുടെ ആൾക്കാരെ കാണുന്നുണ്ട്. ഈ ബാവോയുടെ കയ്യിൽ നിന്നാണ് ഇവളുടെ അച്ഛൻ പൈസ വാങ്ങിയത്. അവരുടെ ആൾക്കാരാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അവർ ഇവരെ കാണും. അങ്ങനെ ഇവരെ പുറകെ ഇട്ട് ഓടിക്കുകയാണ്. അപ്പോൾ ഇവൻ ഓടി വന്ന് അവളെ സേഫാക്കി ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തും. അപ്പോൾ അവനെ ഓടിക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ടേക്ക് പോകും. കുറേ സമയം കഴിയുമ്പോൾ അവൾ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തെന്തോ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ പേടിക്കുന്നുണ്ട്. ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അവളിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നത് മാറ്റുന്നത് അവനാണ്. അവരെല്ലാം പോയി, ഇപ്പോൾ സേഫാണ്, പുറത്തേക്ക് വരാൻ പറയും. അവളിങ്ങനെ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നെറ്റി പൊട്ടി ചോര ഒഴുകുന്നുണ്ട്. അപ്പോൾ അവൻ അത് തുടച്ചിട്ട് പറയും, സാരമില്ല, അത് ചെറിയൊരു മുറിവാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അവളോട്, നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ? അവൾക്കൊരു സ്ഥലമില്ലല്ലോ പോകാനായിട്ട്. അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരികയാണ്. അവൻ അവളോട് പറയും, ആ ആൾക്കാരൊക്കെ വളരെ ക്രൂരന്മാരാണ്. അവരുടെ പൈസ തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നത് നൈസായിട്ടൊന്നും ആയിരിക്കത്തില്ല. അവൻ അവളുടെ കയ്യിൽ നോക്കുമ്പോൾ ഒരുപാട് അടിയും ഇടിയും ഒക്കെ തൊഴിയൊക്കെ കിട്ടിയ പാടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അവൻ അവളോട് ചോദിക്കും, ഇബോ നിന്നെ ഡെയിലി അടിക്കാറുണ്ടോ? ആരും ചോദിക്കാറില്ലേ? അവൾ പറയും, ഒരച്ഛൻ മകളെ ഡിസിപ്ലിൻ ചെയ്യുന്നു, ആര് വന്ന് എന്ത് ചോദിക്കാനാ? എൻ്റെ ഫാമിലി വേറൊരു സ്ഥലത്തുനിന്ന് ഇവിടേക്ക് മാറി താമസിച്ചതാണ്. ഞങ്ങളുടെ റിലേറ്റീവ്സ് ആരും ഇവിടെയില്ല, ഒരു ഫ്രണ്ട്സും ഇവിടെയില്ല. പിന്നെ പോലീസിനെ വിളിക്കാനോ? നീ ഇപ്പോൾ കണ്ടതല്ലേ, ഞാൻ മെൻ്റലി ഇല്ലാണെന്നുള്ള ലേബലിൽ താമസിക്കേണ്ടി വരും. പിന്നെ എല്ലാ വഴിയും അടഞ്ഞിരിക്കുകയാണ്. എനിക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് ഇവിടെ നിന്ന് മാറുക എന്നുള്ളതാണ്, ഈ സ്ഥലം വിടുക എന്നുള്ളതാണ്. ഇബോ എന്നെ അടിച്ചാലോ ഇടിച്ചാലോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. അറ്റ്ലീസ്റ്റ് സ്കൂളിലെങ്കിലും ആൾക്കാർ എന്നെ നോർമൽ പേഴ്സണായിട്ട് കാണുന്നുണ്ടല്ലോ. പക്ഷേ ഈ പ്രശ്നത്തോടു കൂടി എൻ്റെ അവസാനത്തെ ഡിഗ്നിറ്റിയും നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ അവൻ പറയും, നീ വിഷമിക്കേണ്ട കാര്യമില്ല, ക്ലാസ് ഫണ്ടിൻ്റെ ഇഷ്യൂ അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പിന്നെ ആ ലവ് ലെറ്ററിൻ്റെ കാര്യം അതും ഞാൻ ഡീൽ ചെയ്തോളാം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ കാര്യങ്ങളല്ലേ, നീ പേടിക്കുകയൊന്നും വേണ്ട, ഇനി ഇതുപോലെ ഞാൻ സ്റ്റുപ്പിഡായിട്ട് ചിന്തിക്കില്ല. നീ പറഞ്ഞത് ശരിയാ, ഇനിയും എനിക്ക് പഠിത്തം തുടരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ സഹിച്ചാലേ പറ്റുള്ളൂ. അവൾ അവിടെ നിന്ന് ഇങ്ങനെ പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ അവൻ പറയും, നീ പോകണ്ട, ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തോളൂ, നീ പേടിക്കണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും പൊക്കോളാം, നീ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അതേസമയം അവളുടെ അച്ഛൻ അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റിന് അവിടെ കുറേ സിഗരറ്റ് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവളുടെ അച്ഛൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താ, അവൾ അവനെയും വിളിച്ചും കൊണ്ട് വീട്ടിലേക്ക് വന്നു എന്ന് കാണിച്ചു തരാം, പുറത്തേക്ക് ഇറങ്ങി വാ എന്നും പറഞ്ഞും കൊണ്ട് അവളുടെ അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്നത് ഇവൻ കടയിൽ പോയിട്ട് അവൾക്ക് കുളിക്കാനായിട്ട് ഒരു ബക്കറ്റ്, ടവല്, സോപ്പ്, ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നതാണ്. പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സ്. എന്നിട്ട് അവൻ വീട്ടിലേക്ക് വന്നിട്ട് അവൾക്ക് അത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയ സാധനങ്ങളാണ്, നിനക്ക് കുളിക്കാനും കഴിക്കാനായിട്ടുള്ളതൊക്കെ ഇതിലുണ്ട്. ബാത്റൂം അവിടെയാണ്. ബാത്റൂമിലെ ലൈറ്റ് ചെറുതായിട്ട് ഇടുന്ന സമയത്ത്
വെട്ടലുണ്ട്, അത് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. പിന്നെ ഈ ബെഡ്ഷീറ്റ് അതൊക്കെ പുതിയതാണ്, അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാൻ പോവാം. അപ്പോൾ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടേക്ക് പോകും? അവൻ പറയും, ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നീ വീട്ടിൽ പോവുകയാണെങ്കിൽ ശരിക്കും ഡേഞ്ചറസ് ആയിരിക്കും, അതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്തോ. അവൾ വീണ്ടും ചോദിക്കും, അപ്പോൾ നീ അങ്ങോട്ടേക്ക് പോകും? നീ അവിടെ കിടക്കും? അവൻ പറയും, അത് സാരമല്ല, ഞാൻ എങ്ങോട്ടേലും പൊക്കോളാം. അവൻ്റെ കയ്യിൽ മുറിവും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ മുറിവിനെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുറിവ്? അവൻ പറയും, അത് സാരമല്ല, ഇപ്പം ഞാൻ ബാൻഡേജ് വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ, ഓക്കെ ആയിക്കോളും. നീ ഒരുപാട് ലേറ്റ് ആവണ്ട, നേരത്തെ കിടന്നോ എന്നും പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. അവൻ അവിടെ നിന്ന് നേരെ വരുന്നത് ഇവരുടെ ബില്ലിയാർഡ്സ് ബഡീസ് ആ സ്ഥലത്തേക്കാണ്. സ്റ്റെപ്പിൻ്റെ അവിടെ നോക്കുമ്പോൾ റാറ്റ് ഇങ്ങനെ ആരെയോ ഒളിഞ്ഞു നോക്കുന്നത് കാണുന്നുണ്ട്. അവൻ ആ കൗണ്ടറിൽ ഇരിക്കുന്ന പെങ്കൊച്ചിന് ഇഷ്ടമാണല്ലോ. അവളിങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായകൻ വന്ന് അവനോട് ചോദിക്കും, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? റാറ്റ് പറയും, സൗണ്ട് ഉണ്ടാക്കല്ലേ, അവൾ എഴുന്നേക്കും. എന്നിട്ട് റാറ്റ് ഇവനോട് ചോദിക്കും, നീ എന്താ ഇവിടെ ഇത്രയും ലേറ്റ് ആയിട്ട്? അവൻ പറയും, ഒന്നുമില്ല. റാറ്റിൻ്റെ കയ്യിൽ കുറച്ച് ചിപ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ അവൻ പറയാണ്, എടാ സത്യം പറ, ഇത് അവൾക്ക് വേണ്ടി നീ വാങ്ങിക്കൊണ്ട് വന്നതല്ലേ? റാറ്റ് പറയും, പോടാ, നീ എന്താ പറയുന്നത്? ഞാൻ ഇവിടെ മറ്റേ വീഡിയോ കാണാനായിട്ട് വന്നതാ. പക്ഷെ നീ എന്താ ഇവിടെ? അപ്പോൾ അവൻ പറയും, ഞാനും ഇവിടെ വീഡിയോ കാണാൻ വന്നതാ. അവിടെ വീഡിയോ റൂമിൽ ആരോ വീഡിയോ തീർന്നു, പുതിയ വീഡിയോ ഏതോ മൂവി ഇടാനായിട്ട് അവളോട് പറയുകയാണ് വിളിച്ച്. മൊമെൻറ്റ് ഓഫ് റൊമാൻസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത്. അവളുടെ കാലിന് കുറച്ച് മുടന്തുണ്ട് കേട്ടോ. റാറ്റ് അവിടെ നിന്ന് വന്നിട്ട് പുറത്ത് സ്ട്രീറ്റിൽ നിന്ന് ഫുഡ് വാങ്ങാനായിട്ട് വന്നേക്കുകയാണ്. നൂഡിൽസ് വാങ്ങാനായിട്ട് വന്നേക്കുക, അവൾക്ക് കൊടുക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ റാറ്റിൻ്റെ അടുത്തേക്ക് ബാവോടെ മറ്റേ ആൾക്കാർ വരികയാണ്. ചിയാങ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്താടാ ഇവിടെ? അപ്പോൾ റാറ്റ് പറയും, ഒന്നുമില്ല, ഞാൻ എനിക്ക് വേണ്ടി നൂഡിൽസ് വാങ്ങാനായിട്ട് വന്നതാ. അപ്പോൾ മറ്റവന്മാർ കളിയാക്കുന്നുണ്ട്, ഒരു നൂഡിൽസ് വാങ്ങി നീ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് പോവുകയാണോ? കഷ്ടം തന്നെ. അപ്പോൾ റാറ്റ് വലിയ പ്രശ്നമൊന്നും ആവണ്ടെന്നുള്ള രീതിയിലേ, ഇല്ല അതെനിക്ക് തന്നെയാണ്, നിങ്ങളെല്ലാവരും ഇരിക്കും, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രീറ്റ് ചെയ്യാം, നൂഡിൽസ് വാങ്ങിത്തരാം, ഇവിടുത്തെ നൂഡിൽസ് ബെസ്റ്റാണെന്നൊക്കെ പറയാണ്. അപ്പോൾ അവന്മാർ ആ ഗ്യാങ്ങിലുള്ള ഒരുത്തൻ പറയും, അവിടെ ഇരിക്കുന്ന ആ പെണ്ണ്, അവൾക്ക് കുറച്ച് മുടന്നുണ്ടെങ്കിലും അവൾ കാണാൻ അത്ര അടിപൊളിയാട്ടോ. പിന്നെ അവളെക്കുറിച്ച് അവന്മാർ ഒരുപാട് വൃത്തിയോട് പറയുകയാണ്. അവർക്കറിയാം റാറ്റിന് അവളോട് കുറച്ച് ഇഷ്ടമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇവനെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാനായിട്ട് അവന്മാർ ഒരുപാട് അവളെക്കുറിച്ച് മോശമായിട്ട് പറയും. എന്നിട്ട് ചിയാങ് അവരുടെ ലീഡർ ഇവനോട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്കെങ്ങനെയാണ് അവളെ ഇഷ്ടപ്പെട്ടത്? അവൾ നടക്കുന്നത് തന്നെ അൺഈവനായിട്ടാണ്. അതിലൊരുത്ത എഴുന്നേറ്റ് അവളെ ഇമിറ്റേറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട് നടന്നൊക്കെ കാണിക്കും. അപ്പം റാറ്റ് വേണ്ട എന്ന് വെക്കുകയാണ്. പക്ഷെ ഇവന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. വേറൊരുത്തൻ പറയും, നാളെ ഞാൻ അവളെ പോയിന്ന് കാണുന്നുണ്ട്. അത് കേൾക്കുന്നത് റാറ്റിൻ്റെ കൺട്രോൾ അങ്ങ് പോകും. അവൻ്റെ കയ്യിലിരുന്ന നൂഡിൽസ് പാത്രം കൊണ്ട് അവൻ ചെന്ന് അവരുടെ ലീഡർ ചിയാങ്ങിൻ്റെ തലയിൽ തന്നെ കൊണ്ടുവന്ന് അടിക്കുകയാണ്. അതോടെ അവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. അവന്മാർ ഒരുപാടുണ്ടല്ലോ, അത് കാരണം അവരെല്ലാവരും കൂടി എടുത്തിട്ട് ഇവനെ റാറ്റിനെ അങ്ങ് അടിച്ച് കൊല്ലാണ്. പിടിച്ച് വെച്ച് ബോട്ടിൽ വെച്ചൊക്കെ അവൻ്റെ തലയൊക്കെ അടിച്ച് പൊട്ടിക്കും. അതേസമയം നമ്മുടെ ഷെൻഷു എന്നാണ് അവളുടെ പേര്, കാലുവയ്യാത്ത പെൺകുട്ടി, അവളെയും കാണിക്കുന്നുണ്ട്. അവളുടെ ടേബിളിൽ അവൻ കൊണ്ടുവന്ന ചിപ്സ് അതവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവളത് എടുക്കുമ്പോൾ തന്നെ അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ നായകൻ തങ്ഷൻ, അവൻ ഈ വീഡിയോ കണ്ട് ഇവിടെ കിടക്കുകയാണ്. റാറ്റാണെങ്കിൽ അവന്മാർ വന്ന് അടിച്ച് പൊട്ടിച്ചിട്ട് പോയിട്ട് മുഖമൊക്കെ കഴുകുന്നുണ്ട്. നമ്മുടെ നായിക ഹൈതാങ് അവൻ്റെ റൂമിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു 4 ജീവിതങ്ങളിങ്ങനെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. ഓരോരുത്തരുടെയും ജീവിതം എത്ര വ്യത്യസ്തമാണ്, എത്ര കഷ്ടപ്പാടുകളാണ്, അതൊക്കെ കാണിക്കുന്നുണ്ട് ഈ സീനിൽ. വളരെ മനോഹരമാണ് ഈ ഡ്രാമ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അതുവരെ സ്നേഹത്തോടെ സൈനിങ് ഓഫ്, ദിസ് സ്റ്റോറി പാണ്ഡ.